നമ്മുടെ ദ്വിവാദ മത്സരം ഇവിടെ ആരംഭിക്കുകയാണ്. നിങ്ങളുടെ ടോപ്പിക് എന്താണ്? ഒരു രാജാവിനെ നിയമിക്കുമ്പോൾ ജനപ്രീതി നിർബന്ധമാണോ? ഇപ്രജകൾക്കനുരാഗമവങ്കലുണ്ടെപ്പോഴുമേറ്റമതോർത്തു കണ്ടീലയോ. ഒരു രാജാവിനെ നിയമിക്കുമ്പോൾ ജനപ്രീതി നിർബന്ധമാണോ? ആരാ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഒരു രാജാവിനെ നിയമിക്കുമ്പോൾ ജനപ്രീതി മാനദണ്ഡം തന്നെയാണ്. ഇവിടെ ശ്രീരാമന് വളരെയധികം നല്ല കാര്യങ്ങളുണ്ട്. ജനങ്ങൾക്ക് അദ്ദേഹത്തിനെ വളരെയധികം ഇഷ്ടമാണ്. ധർമ്മം പരിപാലിക്കുന്നതിനും ദണ്ഡനീതി പരിപാലിക്കുന്നതിനും എല്ലാറ്റിലും തന്നെ ശ്രീരാമൻ മുൻപന്തിയിൽ തന്നെയാണ്. ഒരു സന്ദർഭം ഞാനിവിടെ വിവരിക്കാം, ചെറിയ വാക്കുകളിൽ വിവരിക്കാം. ശ്രീരാമാഭിഷേക സമയത്ത് അതിൻ്റെ തലേന്നത്തെ ദിവസം അയോധ്യാവാസികൾ രാത്രിയെ രാക്ഷസിയോടുപമിക്കുന്നു. ശ്രീരാമനെ അവർക്ക് വളരെയധികം ഇഷ്ടമായതിനാൽ അടുത്ത ദിവസം ഈ രാത്രിയാകുന്ന രാക്ഷസി പോകുന്നില്ലല്ലോ എന്ന് അവർ നിരവധി തവണ പറയുന്നു. ഇത് അവർക്ക് ശ്രീരാമനോടുള്ള സ്നേഹത്തെ കാണിക്കുന്നു. ശരി, വൈഷ്ണവിയുടെ നിലപാടുകൾ കേട്ടല്ലോ. ജനപ്രിയം ഒരു വലിയ മാനദണ്ഡമാണ്. ജനപ്രിയമാണ് മാനദണ്ഡം. അതുകൊണ്ടാണ് രാത്രിയെ രാക്ഷസിയോട് വരെ ഉപമിക്കുന്നത്. എന്താണ് മറുവാദം, എതിർവാദം? എൻ്റെ എതിർവാദം എന്ന് വെച്ചാൽ ദശരഥന് 4 പുത്രന്മാരും ഈക്വൽ ആയിരുന്നു. അവർ സമന്മാരായിട്ടാണ് കണ്ടിരുന്നത്. ദശരഥൻ തൻ്റെ പുത്രന്മാരെ തൻ്റെ വിക്രമമേറിയ പാദങ്ങളായും കരങ്ങളായും കണ്ടിരുന്നത്. അതിൽ വെച്ച് ഒരിക്കലും ജനപ്രിയം ഒരു മാനദണ്ഡമായി സ്വീകരിക്കാൻ സാധിക്കുകയില്ല. കാരണം ഒരു രാജാവാവുന്നത് ജനപ്രിയം അത്ര ഒന്നും മാനദണ്ഡമല്ല. നല്ല ശരീരബലവും മനക്കരുത്തുമാണ് ഒരു രാജ്യം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അത്യന്താപേക്ഷിതമായ ഘടകം. ജനപ്രിയം അതിലൊരിക്കലും നമുക്കൊരു മാനദണ്ഡമായി സ്വീകരിക്കാൻ സാധിക്കുന്നതല്ല. നല്ല ശരീരബലം മൽപിടുത്തക്കാരനും മല്ലയുദ്ധക്കാരനും അല്ലേ വേണ്ടത്? രാജാവിന് പ്രജാ താല്പര്യവും പ്രജകളുടെ താല്പര്യവും അല്ലേ വേണ്ടത്? ആണ്, പക്ഷേ ഒരിക്കലും ജനപ്രിയത്വം സ്വീകരിക്കാൻ സാധിക്കുകയില്ല. കാരണം ഇക്ഷ്വാകു മുതൽ അജന്റെ വംശം വരെ എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാവരും മൂത്ത പുത്രന്മാർ തന്നെയായിരുന്നു. അവർ ജനപ്രീതി ഉണ്ടായിരുന്നെന്ന് ആരും നോക്കുന്നില്ല. ഒരു രാജാവെന്ന് വെച്ചാൽ ജനങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നവനായിരിക്കണം. ശ്രീരാമൻ എല്ലാം കൊണ്ടും അദ്ദേഹത്തിന് എല്ലാം ചെയ്യാൻ സാധിക്കും. ജനങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്യാൻ സാധിക്കും. അല്ല, ഒരു രാജാവെന്നാൽ ജനങ്ങളുടെ ക്ഷേമം അന്വേഷിക്കുന്നവനെന്നാണ്. പക്ഷേ രാജനീതി അതും പരിപാലിച്ചു പോകേണ്ട ഒന്നാണ്. രാജനീതി ജനപ്രിയത്വം തന്നെയല്ലേ? അല്ല, സ്ഥാനം അത് തന്നെയാണ് രാജനീതി, രാജധർമ്മം. ഓക്കെ, ധർമ്മമാണ് പ്രധാനമെന്നാണ്. നമുക്ക് ബാക്കി രണ്ടുപേരുടെയും വാദഗതികൾ കൂടെ കേൾക്കാം. ഈ വസ്തുത തുടങ്ങാം. ജനപ്രിയം രാജ്യാവകാശത്തിന് മാനദണ്ഡമാണോ? ആണ്. ജനപ്രിയം അതിന് തീർച്ചയായും ഒരു മാനദണ്ഡമാണ്. കാരണം രാജ്യം ഭരിക്കണമെങ്കിൽ പ്രജകളുടെ കൂടെ സ്നേഹം നമ്മൾ അന്വേഷിക്കണം. അല്ലാതെ വെറും ഒരു മനക്കരുത്തും ബലവും മാത്രം പോരാ. നമുക്ക് ഒരു രാജ്യം നീതിയോടെ നടത്തിക്കൊണ്ട് ഇതാണോ മുഖ്യ മാനദണ്ഡം? അതാണ് വാദം അല്ലെങ്കിൽ ചോദ്യം. അതെ, ഇതാണ് മുഖ്യ മാനദണ്ഡം. കാരണം ജനപ്രീതിയാണ് നമ്മൾ നോക്കേണ്ടത്. ഇക്ഷ്വാകു മുതൽ അജൻ വരെയുള്ളത് നോക്കിയാൽ മൂത്തപുത്രൻ തന്നെയാണ് രാജാവെങ്കിലും അവിടെ ജനപ്രിയവും ഒരു മാനദണ്ഡം തന്നെയാണ്. കാരണം ജനപ്രീതി ഇല്ലെങ്കിൽ ഒരിക്കലും ഒരു രാജാവിന് തന്റെ സ്ഥാനത്ത് നിലനിൽക്കാൻ ഒരിക്കലും കഴിയില്ല എന്നാണ് എൻ്റെ വാദം. ഓക്കെ, അർച്ചന പറയുന്നത് 1000 പോരാളികളെ കൊല്ലുന്നവൻ യോദ്ധാവാണ്, പക്ഷെ ഒരുവനെ രക്ഷിക്കുന്നതും സ്നേഹിക്കുന്നവനും കടവുളാണ് എന്ന് ശിവകാമി പറയുന്നത് പോലെ ഒരു ആർഗ്യുമെന്റ് ആണ് അർച്ചന മുമ്പോട്ട് വെച്ചത്. ശരി, എന്ത് പറയുന്നു മറുവാദമായി? ജനപ്രീതി കൊണ്ട് മാത്രം അയാളെ രാജാവാക്കണമെന്നില്ല. അതൊരിക്കലും ഒരു മാനദണ്ഡമല്ല. ദശരഥന്റെ അതൊരു സ്വന്തം താല്പര്യം കൊണ്ട് മാത്രമാണ് രാമനെ രാജാവാക്കാൻ തീരുമാനിച്ചത്. ജനപ്രിയ മാനദണ്ഡമാക്കണോ? വേണ്ട. എന്താണ് മാനദണ്ഡമാക്കേണ്ടത്? അയാളുടെ കഴിവുകളല്ലേ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്? പ്രജകളുടെ ക്ഷേമം അന്വേഷിക്കുന്നവനാണ് ഒരു യഥാർത്ഥ രാജാവ്. ഇവിടെ ശ്രീരാമൻ സൗമ്യശീലനാണ്, പ്രജകളുടെ ക്ഷേമം അന്വേഷിക്കുന്നവനാണ്. അതുകൊണ്ട് ശ്രീരാമൻ തന്നെയാണ് എന്ത് വന്നാലും ഒരു യഥാർത്ഥ ജനപ്രിയനായ രാജാവ്. ധർമ്മത്തിന്റെ പാതയിൽ ചരിക്കുന്നതാണോ ജനപ്രിയനാകുന്നതാണോ കൂടുതൽ പ്രധാനം? രണ്ടും വേണം. എന്നാലും ജനങ്ങളുടെ പ്രിയം അനുസരിച്ചല്ലേ നമുക്കൊരു രാജാവിനെ തിരഞ്ഞെടുക്കാൻ കഴിയുന്നത്. ജനപ്രിയം തന്നെയാണ്. വേറെ എന്താ മാനദണ്ഡം? വേറെ എന്താ അടിസ്ഥാനപരമായ ജനങ്ങളുടെ ക്ഷേമം, ജനങ്ങൾക്ക് വേണ്ടിയുള്ള രാജ്യം? ആ ജനങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം ഒരാളാണെങ്കിൽ എന്തിനെതിരെന്ന് പറയണം? അല്ല, അങ്ങനെയല്ല. ഇപ്പം ദശരഥന് 4 പുത്രന്മാരുണ്ട്. അതില് രാമന് മാത്രമേ ജനപ്രീതി ഉള്ളൂ എന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. ഭരതനും നല്ലൊരു ആർക്ക് ജനപ്രീതി ഉണ്ടെങ്കിലും ആ ജനപ്രീതി മാനദണ്ഡമാണോ എന്നാണ്? അല്ല, ജനപ്രീതി മാത്രമൊന്നുമില്ല. പിന്നെന്താണ്? നല്ലൊരു രാജാവാകാൻ നല്ല കഴിവ് വേണം. ഇപ്പൊ ഒരു രാജാവ് പുത്രൻ മന്ദബുദ്ധിയാണെങ്കിൽ അയാൾക്കിപ്പോൾ ജനപ്രീതി ഉണ്ട്, അയാളൊരു രാജാവാക്കിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ജനപ്രീതി മാത്രം ഉണ്ടായിട്ട് അതൊരു മാനദണ്ഡമായിട്ട് എടുക്കാൻ കഴിയില്ല.
രണ്ടുപേരും നല്ല വാദഗതികൾ പറഞ്ഞു. നിങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുക. ഈ ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് നിലപാടെടുത്താലും അതിനെ എതിർക്കുന്ന ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് വരിക. അതുകൊണ്ട് നിങ്ങളുടെ നിലപാടുകളിൽ അവിടെ നിങ്ങൾക്ക് ഉറച്ചു നിൽക്കാം. ശശിഭൂഷൺ സാർ, പുരാതന കാലത്ത് ഭാരതത്തിലെ രാജവാഴ്ച ആയിരുന്നു കൂടുതലും. ആ രാജവാഴ്ചയിൽ 2 രീതികൾ നമുക്ക് കാണാം. അത് ഇന്ത്യയുടെ ഒരു പ്രത്യേകതയാണ്. ഒന്ന്, മക്കൾ വാഴ്ചയിലെ മൂത്ത മകൻ അടുത്ത രാജാവാകുന്നു. അല്ലെങ്കിൽ രാജാവിന് തന്നെ ഒന്നിലേറെ ഭാര്യമാരുണ്ടാകുമ്പോൾ ആ ഭാര്യമാരിലൊക്കെയുള്ള മക്കളെ ഒന്നായി കണ്ടിട്ട് അതിൽ ബുദ്ധിശക്തിയും ശൗര്യഗുണവും ഉള്ള അയാളെ രാജാവാക്കുക. അങ്ങനെയൊരു സമ്പ്രദായവും അപൂർവമായിട്ടാണെങ്കിലും ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. നിങ്ങൾ ഈ ചോദ്യത്തെ അപഗ്രഥിച്ചപ്പോൾ ഒരു തർക്കത്തിൻ്റെ രീതിയിൽ ആണ് നിങ്ങളിതിനെ കണ്ടത്. ഒരല്പം കൂടി ഒരു ചരിത്ര പശ്ചാത്തലം കൂടി അറിയാമായിരുന്നുവെങ്കിൽ ഈ വാദമുഖങ്ങൾ കുറെ കൂടി കൺവിൻസിംഗ് ആയി അവതരിപ്പിക്കാൻ സാധിക്കുമായിരുന്നു. അപ്പൊ ആ വാദഗതികൾക്ക് കൺവിൻസിങ്ങും കൺവിക്ഷനും ഒരു പവർ വേണം. സാർ, ഇവരുടെ വാദഗതികളെ കുറിച്ച് ശ്രീകുമാർ സാർ. അദ്ദേഹത്തിൻ്റെ ഒരു എന്താണ് ഇക്ഷ്വാകു വംശത്തിൻ്റെ സൂര്യവംശത്തിൻ്റെയൊക്കെ അന്നത്തെ കാലത്തെ സഹോദരന്മാർ ഇപ്പം ഇവിടെ തന്നെ മന്ധരയുടെ ഒരു വാക്ക് കേട്ടാണ് പിന്നെ ഭരതനെ ആക്കണമെന്ന് പിന്നെ കൈ പറയുന്നത്. അപ്പോൾ അവിടെ തന്നെ ഭരതന് താല്പര്യമില്ല. ഭരതന് ഈ എല്ലാ സഹോദരന്മാരും ഒരുമിച്ച് നിൽക്കണമെന്നും ചേട്ടൻ തന്നെയാണ് ആകണമെന്നും ചേട്ടൻ്റെ മഹത്വമൊക്കെ ഭരതനറിയാം. അതാണ് പണ്ട് കാലത്തെ അതാണ്. ഇപ്പോൾ ഒരാളെ പിന്നെ ഓവർ പവർ ചെയ്യുന്ന ഒരു സംസ്കാരമല്ലായിരുന്നു നമുക്ക് പണ്ട് നമ്മുടെ ഭാരതീയ സംസ്കാരം എന്ന് പറയുന്നത്. മറ്റുള്ള പിന്നീട് നമ്മൾ കണ്ടിട്ടുള്ള മുഗൾമാരുടെയൊക്കെ ഉള്ള ഒരു സംസ്കാരമല്ല ഭാരതീയരുടെ എന്നുള്ളതുകൊണ്ട് നമ്മൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വേണം നമ്മുടെ ഈ വാദഗതികളൊക്കെ നിൽക്കാൻ. എതിർവാദമുഖങ്ങളൊക്കെ അതിൻ്റെ ബേസിസിലായിരിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം രണ്ടുപേർക്കും 2 ടീമിനും അഭിനന്ദനങ്ങൾ. ഓൾ ദി ബെസ്റ്റ്.